നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ആരോഗ്യമേഖലയുടെ നിറം കെടുത്തി വീണ്ടും ചികിത്സാ പിഴവ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയ വീട്ടമ്മയെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാളെ ശസ്ത്രക്രിയ നടത്തിയേക്കും. ശസ്ത്രക്രിയ ഉപകരണം 50 വർഷം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് ഡോക്ടർ ലളിതാംബിക. സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നും ഡോക്ടർ, വ്യക്തി അനുഭവിച്ച വേദനയ്ക്ക് ന്യായീകരണമില്ല എന്ന മന്ത്രി വീണ ജോർജ്. ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഉഷ ജോസഫിന്റെ കുടുംബം. നടപടിയുണ്ടാകുമെന്നും ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ. വാർത്താ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചുകയറി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ കുടുംബം. അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് ഭാര്യ സിന്ധു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ സമരം കടുപ്പിച്ച് ഡോക്ടർമാർ. OP ബഹിഷ്കരിക്കുന്നു, സസ്പെൻഷൻ പിൻവലിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശബരിമല കട്ടളപ്പാളി കേസിൽ A. പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി. ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ റിമാൻഡിലായതിനാൽ ജയിൽ മോചിതനാകില്ല. ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം. SIT ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. സർക്കാരിന് തന്നോട് വൈരാഗ്യമെന്ന് തന്ത്രി കണ്ഠരർ രാജീവർ. യുവതീ പ്രവേശത്തെ എതിർത്തത് മുതൽ സർക്കാരിന് ശത്രുതയെന്നും തന്ത്രി. തെളിവില്ലാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് SIT വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. മലപ്പുറം മങ്കട സദാചാര കൊലക്കേസിൽ 5 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് മഞ്ചേരി കോടതി. 3 പ്രതികളെ വെറുതെ വിട്ടു. സദാചാര പോലീസ് ചമഞ്ഞ് മങ്കട കൂട്ടിൽ നസീർ ഹുസൈനെ മർദ്ദിച്ചു കൊന്നത് 2016 ജൂണിൽ. SIR-ൽ അന്തിമ പട്ടിക നാളെ. കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് 2,54,00,000 പേർ. 53,229 പേരെ കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്ത് ആരോഗ്യമേഖലയുടെ നിറം കെടുത്തി വീണ്ടും ചികിത്സാ പിഴവ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയ വീട്ടമ്മയെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗാസ്ട്രോ വിഭാഗത്തിലാണ് ഉഷ തോമസിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, നാളെ ശസ്ത്രക്രിയ നടത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ലിജിൻ, ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് ഉഷയെ എത്തിച്ചത്. KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവിടെ നിന്ന് അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് ഇപ്പോൾ ഉഷയുടെ പരിശോധനകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. CT സ്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധർ, ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധർ ചേർന്നുകൊണ്ടാണ് ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേരുക. അതിനുശേഷമായിരിക്കും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നടപടികൾ മറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. നാളത്തേക്ക് ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിലായിരിക്കും അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്തായാലും ഇവിടെ ഉഷയുടെ ശസ്ത്രക്രിയ മറ്റു കാര്യങ്ങളും ഒരു അടിയന്തര സ്വഭാവമുള്ളതല്ല. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നാണ് ആശുപത്രി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഉഷയെയും കുടുംബത്തെയും സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ ഒക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. സർക്കാരിനും ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജിനുമെതിരെ വളരെ രൂക്ഷ വിമർശനമാണ് രണ്ടുപേരും ഉന്നയിച്ചിരിക്കുന്നത്. വീണ ജോർജ് എത്രയും വേഗം ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഇന്ന് ആവശ്യപ്പെട്ടത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള പരിശോധനകളാണ് ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും ശസ്ത്രക്രിയ നാളെ നടത്തിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നു. വൈകുന്നേരം മെഡിക്കൽ ബോർഡ് യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ലളിതാംബിക രംഗത്തെത്തി. ഉഷയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയത് താനല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഉഷയ്ക്ക് മുൻപും ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഉപകരണം കുടുങ്ങിയത് അവിടെ നിന്ന് ആകാമല്ലോ എന്നായിരുന്നു ചോദ്യം.
താൻ ആരിൽ നിന്നും ശസ്ത്രക്രിയയ്ക്ക് പണം വാങ്ങാറില്ല എന്നും ഡോക്ടർ പറഞ്ഞു. മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. നമുക്ക് അത്രയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പം അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും. അതേസമയം ഡോക്ടർ ലളിതാംബികയെ തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. ഡോക്ടർക്കും നഴ്സിനും ഉത്തരവാദിത്തമുണ്ട്. സ്ക്രബ് നഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഓപ്പറേഷൻ നടത്തിയെന്ന് പറയണമെന്ന് മന്ത്രി പ്രതികരിച്ചു. നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വീണ ജോർജ് പറഞ്ഞു. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അതിന്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. ചികിത്സാ പിഴവ് നിർഭാഗ്യകരമായ സംഭവമെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രതികരണം. സംഭവം ഗൗരവതരമെന്നും വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ഷാഹിദ എന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. ഉടനെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് രക്തപരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി അവരോട് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിന് തയ്യാറായിട്ടല്ല വന്നത്. ഭർത്താവിൻ്റെ ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്, മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് പോവുകയും ചെയ്തു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. പ്രസ് മീറ്റ് നടക്കുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ എന്നിവർ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിലായിരുന്നു സംഭവം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഉഷ ജോസഫിന്റെ വയറിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് മകൻ. പാവപ്പെട്ടവർക്ക് മാത്രമല്ലേ ഈ കഷ്ടപ്പാടെന്നും അല്ലാത്തവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലല്ലോ എന്നും മകൻ ആരോപിച്ചു. അവർ ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയാണ് പൊസിഷൻ നോക്കിയിട്ട് അവർ ചെയ്യാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള 4-5 ഡോക്ടേഴ്സ് കൂടി ചേർന്ന് ആലോചിച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. നിലവിലുള്ളതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ പുതിയതായിട്ട് തന്നെ അവർ ഫുള്ള് ടെസ്റ്റിംഗ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയിരിക്കും. അവരുടെ മെയിൻ ഡോക്ടേഴ്സ് എല്ലാം കൂടി വന്നിട്ട് ഒന്ന് റൗണ്ട്സ് ഇരുന്നിട്ട് അവർ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ എവിടാന്ന് അറിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ വേണുവിന്റെ കുടുംബം അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് ഭാര്യ സിന്ധു ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ പരാതി ആവർത്തിച്ചു. നിലവിലെ അന്വേഷണം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതായും സിന്ധു പറഞ്ഞു. വേണുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു DME ഓഫീസിൽ നിന്നൊരു അവിടെ നിന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ KMML ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ഹെയറിംഗ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നത് അതായത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാഗികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു. പക്ഷേ അത് ഗവൺമെൻറ്റിന് ഓക്കെ അല്ലായിരുന്നു. അതായത് റിപ്പോർട്ട് അങ്ങനെയല്ല വേണ്ടത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3-അംഗ വിദഗ്ധ സംഘമാണ് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തിയത്. ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അന്വേഷണ വിധേയമായാണ് നടപടിയെടുത്തത് എന്നും ഡോക്ടർമാർ ഇപ്പോൾ നടത്തുന്ന സമരം ശരിയായ നടപടിയല്ല എന്നും മന്ത്രി വ്യക്തമാക്കി.
നെടുമങ്ങാട് കേസിൽ ആദ്യ പ്രഥമമായിട്ടുള്ള റിപ്പോർട്ട് തന്നു. അതിനുശേഷം വിദഗ്ധ സമിതിയുടെ ഒരു അന്വേഷണം നടത്തി. അവിടെ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണ വിധേയമായിട്ടും സ്വീകരിച്ച നടപടിയാണ്. ആ നിലയിൽ അതിനെ ഒരു സമരം നടത്തി സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള രീതിയല്ല. അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ നിർബന്ധമാക്കിയെങ്കിലും പ്രതിഷേധം ശക്തമാക്കാനാണ് KGMCTA തീരുമാനം. OP ബഹിഷ്കരിച്ച ഡോക്ടർമാരുടെ കണക്ക് വകുപ്പ് മേധാവിമാർ ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായില്ല എങ്കിൽ ഫെബ്രുവരി 26 മുതൽ അനിശ്ചിതകാലത്തേക്ക് എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം PG ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഡോക്ടർമാരുടെ സംഘടന. KGMCTയുമായി പല ഘട്ടങ്ങളിലായി ചർച്ച നടത്തിയിരുന്നെങ്കിലും ആ ചർച്ചകളിൽ ഒന്നും തന്നെ സമവായം ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ കടന്നത്. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോണും നിർബന്ധമാക്കി. ചിലരെങ്കിലും ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം പണിമുടക്കിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെ അത്തരക്കാരുടെ പേർവിവരങ്ങൾ കൃത്യമായി കൈമാറണമെന്നാണ് ജില്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അഡീഷണൽ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. അതേസമയം OP ബഹിഷ്കരിച്ച ഡോക്ടർമാരുടെ കണക്ക് വകുപ്പ് മേധാവിമാർ നൽകിയില്ല. DMA ആവശ്യപ്പെട്ട കണക്ക് നൽകാൻ വകുപ്പ് മേധാവിമാർ തയ്യാറായില്ല. എന്നാൽ PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരുമായി നടത്തിയ നിർണായക ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരത്തിൽ നിന്ന് പിന്മാറാൻ PG ഡോക്ടർമാരുടെ സംഘടന തീരുമാനിച്ചത്. ഡോക്ടർമാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. കട്ടളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ട് സുപ്രധാനമായ കാര്യം: ഒന്ന്, പത്മകുമാറിന് ജാമ്യം ലഭിക്കുന്നു. മറ്റൊന്ന്, ഈ തന്ത്രി സർക്കാരിന് തന്നോടുള്ള വൈരാഗ്യമാണ് അറസ്റ്റിലേക്ക് നയിച്ചത് എന്ന കാര്യവുമായി കോടതിയുടെ മുൻപിലെത്തുകയാണ്. സുധീഷ്. തീർച്ചയായും ലിജിൻ, അങ്ങനെ തന്നെയാണ്. കാരണം പത്മകുമാറിന് ഇപ്പോൾ കട്ടളപ്പാളി കേസിലാണ് ഒരു സ്വാഭാവിക ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി നൽകിയിരിക്കുന്നത്. ഈ റിമാൻഡിലായി 90 ദിവസം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന്റെ കാര്യത്തിൽ ഒരു സ്വാഭാവിക ജാമ്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കട്ടളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. പത്മകുമാർ അറസ്റ്റിലായത് ഈ കഴിഞ്ഞ വർഷം ഈ നവംബർ 20-നാണ് പത്മകുമാർ അറസ്റ്റിലാകുന്നത്. ഒപ്പം തന്നെ പത്മകുമാർ ഈ റിമാൻഡിൽ തുടരുന്ന സമയത്ത്, അറസ്റ്റിലായി റിമാൻഡിൽ തുടരുന്ന സമയത്ത് തന്നെ ദ്വാരപാലക ശില്പ കേസിലും ഡിസംബർ 3-ന് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ദ്വാരപാലക കേസിൽ ഇപ്പോൾ റിമാൻഡ് കാലത്തിലാണ്, റിമാൻഡ് നടന്നു വരികയാണ്, റിമാൻഡിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ മാത്രമേ, അതായത് മാർച്ച് 3-ന് ശേഷം 90 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഈ കേസുകളിൽ നിന്നും ജയിലിന് പുറത്തേക്ക് പത്മകുമാറിന് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ഏതായാലും കട്ടളപ്പാളി കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ശരി, A. പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു. അതേസമയം തന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് സർക്കാരിന് തന്നോടുള്ള വ്യക്തി വിരോധം എന്നുള്ളതാണ് തന്ത്രി ഉയർത്തുന്ന വാദം. സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തെളിവില്ലാതെ ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് SIT വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണത്തെപ്പറ്റി അന്വേഷണത്തിന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടണം. തന്ത്രിയുടെ അറസ്റ്റിലെ പിഴവുകൾ പ്രതിപക്ഷം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഒരു തെളിവും ഇല്ലാതെ, ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്? അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം. SIT ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാൻ ജയശ്രീക്ക് കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിൽ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ ജയശ്രീ കോടതിയിൽ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ
അനുമതി നൽകിയിട്ടില്ല എന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും പണികൾ നടത്തുന്നതിനാണ് അനുമതി നൽകിയതെന്നും ജയശ്രീ വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ തിരുത്തു വരുത്തിയിട്ടില്ല എന്നും ബോർഡ് എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്നും ജയശ്രീ വിശദീകരിക്കുന്നു. മങ്കട സദാചാര കൊലക്കേസിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ 3 പ്രതികളെ വെറുതെ വിട്ടു. സദാചാര പോലീസ് ചമഞ്ഞ് മങ്കടക്കൂട്ടിൽ നസീർ ഹുസൈനെ മർദ്ദിച്ചു കൊന്നു എന്ന കേസിലാണ് ശിക്ഷ വിധിച്ചത്. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതിന്റെ പേരിലാണ് നസീറിനെ പ്രതികൾ മർദ്ദിച്ചത്. 2016 ജൂൺ 28 പുലർച്ചെയായിരുന്നു സംഭവം. വീടിന്റെ വാതിലിൽ തകർത്ത് അകത്ത് കടന്നായിരുന്നു പ്രതികൾ നസീറിനെ മർദ്ദിച്ചത്. മർദ്ദനത്തിന് ശേഷം അക്രമികൾ തന്നെ ഫോൺ വിളിച്ചാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. സഹോദരനായ നവാസും നാട്ടുകാരും സ്ഥലത്തെത്തി നസീറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെങ്കിലും പ്രതികൾ അതിന് അനുവദിച്ചില്ല. മർദ്ദനത്തിൽ നസീറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആഴത്തിലുള്ള 5ഓളം മുറിവുകളാണ് തലയിൽ ഉണ്ടായിരുന്നത്. 2 കൈകളും പ്രതികൾ തല്ലിയൊടിച്ചിരുന്നു. മർദ്ദന ദൃശ്യം 1ാം പ്രതിയുടെ ഫോണിൽ പകർത്തിയിരുന്നുവെങ്കിലും അത് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ദൃശ്യങ്ങൾ വീണ്ടെടുത്തതാണ് കേസിൽ നിർണായകമായത്. 1ാം പ്രതി ഷറഫുദ്ദീൻ, 2ാം പ്രതി അബ്ദുൾ ഗഫൂർ, 3ാം പ്രതി അബ്ദുനാസർ, 4ാം പ്രതി സക്കീർ ഹുസൈൻ, 5ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കേസിൽ 3 പ്രതികളെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നു. ആൾക്കൂട്ടക്കൊലയും ഭീകരവാദ പ്രവൃത്തിക്കും തുല്യമാണെന്ന് നിരീക്ഷിച്ചാണ് കോടതി ശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഇരയായ ഉഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹർഷന രംഗത്ത്. സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയ തനിക്ക് ഉഷ ജോസഫിന്റെ വേദന മനസ്സിലാകുമെന്ന് ഹർഷന പറഞ്ഞു. ഉഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷന ധർണയിരുന്നു. തെറ്റുപറ്റിയിട്ടും അത് ഏറ്റുപറയാനോ മതിയായ നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാകാത്ത ഭരണകൂടമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് പിന്നിലെന്നും ഹർഷന പറഞ്ഞു. SIRൽ അന്തിമ പട്ടിക നാളെ 2,54,00,000 പേരാണ് കരട് പട്ടികയിലുണ്ടായിരുന്നത്. 53,229 പേരെ കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അൻഫ്ലെറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫ്ലെറ്റ്, ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു, സുപ്രീം കോടതി വരെ എത്തിയ വിഷയമാണ്. എന്തായാലും നാളെ ഇതാ അന്തിമ പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് നാളെയാണ്. പക്ഷെ അതിനു മുമ്പ് വോട്ടർ പട്ടികയുടെ അന്തിമ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട് എന്നൊരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ഈ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടികയിൽ 2,69,53,644 പേരാണ്. അതായത് 2,69,00,000 പേരാണ്. കരടിലുണ്ടായിരുന്ന 2,54,000 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 പേരാണ് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടികയിൽ നാളെ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ. ഇതിൽ 1,31,000-ലധികം പുരുഷന്മാരും 1,38,00,000-ലധികം സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. ഭിന്നലിംഗക്കാരായ വോട്ടർമാർ 277 പേരാണ് നമ്മുടെ സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. പ്രവാസി വോട്ടർമാർ 2,23,558 പേരാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കന്നി വോട്ടർമാർ, അതായത് 18 വയസ്സും 19 വയസ്സിന് ഇടയിലുള്ള 4,24,518 വോട്ടർമാരുണ്ട്. ഇതിൽ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 2,54,00,000 ആണെങ്കിൽ ഇപ്പോൾ അത് 2,69,00,000 ഈ അന്തിമ വോട്ടർ പട്ടികയിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ഈ പിന്നീട് ഈ കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം ഫോമുകൾ വീണ്ടും ഫോമുകൾ നൽകിയത് ഏറെക്കുറെ 1,23,133 ഫോമുകളാണ് ലഭിച്ചത്. അതുകൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഈ രീതിയിൽ 2,69,00,000 വോട്ടർമാർ അന്തിമ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പലരും ഒഴിവാക്കപ്പെട്ടതിനുള്ള പ്രധാന കാരണം മരണപ്പെട്ടതും വിദേശത്ത് പോയവരും സ്ഥലത്തില്ലാതിരുന്നു, സ്ഥലം മാറിപ്പോയവർ, അതോടൊപ്പം തന്നെ വേറെ പൗരത്വം സ്വീകരിച്ചു പോയവർ, അങ്ങനെയുള്ളവർക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒഴിവാക്കപ്പെട്ടവരുടേതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,00,000 പേർ സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിലുള്ള സമഗ്ര പരിഷ്കരണ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ ഇത് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. എന്തായാലും ഇന്ന് അല്പം മുമ്പാണ് വാർത്താസമ്മേളനം നടത്തിയ രത്തൻ ഖൽക്കർ ഈ കണക്കുകളൊക്കെ പറഞ്ഞത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ലിജിൻ, ശരി, 2,69,00,000 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഉള്ളത്. നാളെയായിരിക്കും പ്രസിദ്ധപ്പെടുത്തുക. അൻഫ്ലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ ഹാജരായി. കേസിൽ 2024 ഫെബ്രുവരിയിൽ രാഹുലിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് 2018 രാഹുൽ ഗാന്ധി അമിത്ഷായെക്കുറിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തിയത്. BJP നേതാവ് വിജയ് മിശ്രയാണ് രാഹുലിനെതിരെ സിവിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. മറ്റൊരു കേസിൽ നാളെ മഹാരാഷ്ട്രയിലെ ദിവണ്ടിയിലെ പ്രാദേശിക കോടതിയിലും രാഹുൽ ഹാജരാകും. കൊല്ലത്ത് KSRTC കണ്ടക്ടറെ
യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചു. വാതിൽപ്പടിയിൽ നിന്നും കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിനാണ് കണ്ടക്ടറെ മുഖത്ത് കടിച്ചു പരിക്കേൽപ്പിച്ചത്. അക്രമി കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലാണ് അതിക്രമം നടന്നത്. കണ്ടക്ടറുടെ പരാതിയിൽ മർദ്ദിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞാൻ പറഞ്ഞില്ല. പിന്നെ കേരളത്തിലെത്തിയപ്പോൾ ആൾ പറഞ്ഞപ്പോൾ ഞാൻ കയറി മേപ്പോട്ടിരിക്കാൻ പറഞ്ഞു. മേപ്പോട്ടിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് സ്ഥലമില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ ഹിന്ദിക്കാർ നിൽക്കുന്നു, നിങ്ങൾ മാറിത്തരാൻ പറയും അവരുടെ അടുത്ത്. ഞങ്ങൾ നിങ്ങൾ മാറി ചെന്നാൽ മതി മാറുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചൂടാ നിങ്ങൾ പറയണം, നിങ്ങൾ അവിടെ ഹിന്ദി പറ, മാറിത്തരാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറകോട്ട് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പുറകോട്ട് ഇരുന്നു. പുറകോട്ട് വയ്ക്കുമ്പോഴും എന്നെ പിന്നെയും പ്രൊവോക്ക് ചെയ്തുകൊണ്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ ഒരു സമയത്ത് തന്നെ. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നാളെ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. 7 വർഷമായി ശമ്പള വർധനയില്ല എന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 3 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന നിയമം അട്ടിമറിച്ചുവെന്ന് ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർക്ക് 20,000 രൂപ പോലും ലഭിക്കാത്ത സാഹചര്യമാണ്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും UNA ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPM CPI നേതൃയോഗങ്ങൾക്ക് തുടക്കം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ഇന്നാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ഒറ്റഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPMന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി ചർച്ചകളും സീറ്റ് വിഭജനവും വേഗത്തിലാക്കുന്നു. ഇതിനു മുന്നോടിയായാണ് CPMന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾക്ക് തുടക്കമാകുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പ്രചാരണവുമാകും പ്രധാന അജണ്ട. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രാഥമിക ചർച്ചകളിലേക്കും കടക്കും. നിലവിൽ 25 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നില്ലെങ്കിലും സീറ്റുകൾ വെച്ചുമാറുന്നതടക്കം ഉഭയകക്ഷി ചർച്ചകളിൽ ഉണ്ടാകും. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം നൽകും. 2 ടൈം വ്യവസ്ഥയിൽ ആർക്കൊക്കെ ഇളവ് നൽകണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ മേഖലാ ജാഥകൾ എത്രത്തോളം ഗുണകരമായി എന്ന് വിലയിരുത്തും. കേരള കോൺഗ്രസിനൊപ്പം മറ്റു ഘടകകക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 3ാം തുടർഭരണത്തിനായി കച്ചമുറക്കുന്ന ഇടതുമുന്നണിയിൽ ചെറുകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിൽ CPM എത്രത്തോളം തയ്യാറാകുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവകേരള സർവേ അധികാര ദുർവിനിയോഗമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവം സർക്കാർ ചെലവിൽ വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തുടർഭരണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ്. അതിന് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് നിങ്ങൾ ബലിയാടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായത് പുന്നയൂർ കുളം കടിക്കാട് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ TV വിനോദ് ആണ്. ROR ശരിയാക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനും 5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ 2.5 ലക്ഷം രൂപ നൽകാമെന്ന പരാതിക്കാരനുമായി ധാരണയുണ്ടാക്കി 50,000 രൂപ തുണിയിൽ പൊതിഞ്ഞ് ഓഫീസിലെ ഊണുമേശയിലെ ഫയലിനകത്ത് വയ്ക്കാൻ നിർദ്ദേശിച്ചു. ഫയലിൽ വെച്ച പണമാണ് വിജിലൻസ് പിടിച്ചെടുത്തത്. With the crest held high, one more ball and we touch the sky. T20 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കമാകും. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ അപ്രതീക്ഷിത പുറത്താക്കൽ ഒഴിച്ചാൽ മുൻനിര ടീമുകളൊക്കെയും 2ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. A ഗ്രൂപ്പിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനും, B ഗ്രൂപ്പിൽ നിന്നും ശ്രീലങ്കയും സിംബാബ്വേയും, C ഗ്രൂപ്പിൽ നിന്നും ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും, D ഗ്രൂപ്പിൽ നിന്നും ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയുമാണ് സൂപ്പർ 8-ൽ എത്തിയിരിക്കുന്നത്. സൂപ്പർ 8 റൗണ്ടിൽ 4 ടീമുകൾ വീതമടങ്ങുന്ന 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് എതിർ ഗ്രൂപ്പിലെ 3 ടീമുകളെയാണ് നേരിടേണ്ടത്. ഓരോ ഗ്രൂപ്പിലും ആദ്യ 2 സ്ഥാനത്തെത്തുന്ന 2 ടീമുകൾ സെമിയിലേക്ക് കടക്കും. സെമി ഫൈനൽ മാർച്ച് 4, 5 തീയതികളിലും ഫൈനൽ 8-നുമാണ് നടക്കുക. ഞായറാഴ്ച ദക്ഷിണാഫ്രിക്കയാണ് സൂപ്പർ 8-ൽ ഇന്ത്യയുടെ എതിരാളി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.